ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാനാസോണിക്കിൻ്റെ VK800 മോഡൽ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. F61 എറർ കോഡിലാണ് ഈ സെറ്റ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനു മുന്നേ USB ബോർഡ് ഇതിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറുകൾ ഡാമേജ് ആകാതെ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. USB ബോർഡിൻ്റെ കവർ ഈ ടോപ്പിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ കവർ മാത്രമായി ഓപ്പൺ ചെയ്തെടുക്കാൻ കഴിയുകയില്ല. സെപ്പറേറ്റായി ഈ മോഡൽ സെറ്റ് ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ രീതിയിലല്ല, ഇതിൻ്റെ അകത്ത് പവർ സപ്ലൈ എല്ലാം വെച്ചിട്ടുള്ള സെറ്റാണ് വാങ്ങുന്നത്. ഇത് ആ സെറ്റിൻ്റെ കവർ വാങ്ങിയതിന് ശേഷം USB ബോർഡ് മാത്രം സെറ്റ് ചെയ്ത് ബാക്കിയുള്ള വയറെല്ലാം ഈ സെറ്റിലേക്ക് തന്നെ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ബ്ലൂടൂത്ത് ബോർഡ് ഇങ്ങനെ സെറ്റ് ചെയ്തു എന്ന് കരുതി ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. USB ബോർഡിന് ആവശ്യമായുള്ള വോൾട്ടേജ് എടുക്കുവാൻ വേണ്ടി റെഗുലേറ്റർ IC ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് റെഗുലേറ്റർ IC. അതിനുശേഷം ബ്ലൂടൂത്ത് ബോർഡിൻ്റെ കണക്ഷൻ നേരെ ഓക്സിലേക്ക് കൊടുത്തിരിക്കുന്നു. അത്രയും വയറുകളെ ഇതിനിട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലോഡറെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ സാവധാനം തന്നെ ഓപ്പൺ ചെയ്യുക, എന്നാലേ റീസെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കൂ. ഇതെല്ലാം ഓപ്പൺ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കാം. ഈ സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ F61 കാണിക്കുകയില്ല. ഏതെങ്കിലും ഫംഗ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ F61 കാണിക്കുകയുള്ളൂ. പാനാസോണിക്കിൻ്റെ സെറ്റുകളിൽ രണ്ട് രീതിയിൽ F61 കാണിക്കും. ഒന്ന്, സെറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ വേറൊരു ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ആവാതിരിക്കുകയും F61 എഴുതി കാണിച്ച് സെറ്റ് സ്റ്റാൻഡ് ബൈയിലേക്ക് പോവുകയും ചെയ്യും. രണ്ടാമത്തെ രീതി, സെറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ F61 കാണിക്കുകയില്ല. സെറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഓരോ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ സൗണ്ട് കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ F61 കാണിച്ച് സ്റ്റാൻഡ് ബൈയിലേക്ക് ആവും. ഈ സെറ്റ് രണ്ടാമത്തെ രീതിയിലാണ് സ്റ്റാൻഡ് ബൈയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രണ്ട് ഫാൻ ഉണ്ട്. ആ ഫാനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് ബാക്കിലെ കവർ ഓപ്പൺ ചെയ്യാം. ഈ സെറ്റിൻ്റെ ഫാനിൻ്റെ വർക്കിംഗ് ഇതിൻ്റെ വോളിയത്തിനനുസരിച്ചാണ്. ഈ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഫാൻ വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ വോളിയം കൂടുന്നതിനനുസരിച്ചാണ് ഈ ഫാനിൻ്റെ സ്പീഡെല്ലാം കൺട്രോൾ ആവുന്നത്. ഫാനിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടോ ഫാനിലേക്കുള്ള സപ്ലൈ മിസ്സാവുന്നതുകൊണ്ടോ ഫാൻ വർക്ക് ചെയ്യാതിരുന്നാൽ F61 കാണിക്കും. ഇതാണ് ഈ സെറ്റിൻ്റെ സ്റ്റാൻഡ് ബൈ സപ്ലൈ. അതിനായി ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ മാത്രമല്ല ഈ സർക്യൂട്ടിലുള്ളത്. ഇൻപുട്ട് വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ ചെറിയൊരു വ്യത്യാസം വരും. അത് സ്റ്റേബിൾ ആക്കുവാൻ വേണ്ടി വേറൊരു സർക്യൂട്ട് കൂടി ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ബോർഡിലേക്ക് ഇതിന് കണക്ഷൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ SMPSനേക്കാളും ട്രാൻസ്ഫോമർ സർക്യൂട്ടാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞത്. ഒട്ടുമിക്ക കമ്പനികളും ഈ സർക്യൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. SMPS വളരെ കുറഞ്ഞ സെറ്റുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. SMPS സർക്യൂട്ട് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. SMPS സർക്യൂട്ടിനേക്കാളും ലൈഫ് കിട്ടുന്നത് ഈ മോഡൽ സർക്യൂട്ടിനായിരിക്കും. ഈ സെറ്റ് സർവീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫാനിൻ്റെ വയർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ F61 കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഫാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ കണക്ട് ചെയ്ത് ഇടണം. രണ്ട് ഫാനുള്ള സെറ്റാണിത്. ഒരു ഫാൻ മാത്രം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആകുകയില്ല. രണ്ട് ഫാനും കണക്ട് ചെയ്യണം. ഈ സെറ്റിൻ്റെ രണ്ട് ഫാനും ബാക്ക് കവറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് കവർ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ബാക്ക് കവറിൽ നിന്ന് ഈ രണ്ട് ഫാനും റിമൂവ് ചെയ്ത് ഈ രീതിയിൽ കണക്ട് ചെയ്ത് എന്നിട്ട് വേണം സർവീസ് ചെയ്യാൻ. ഫാൻ കണക്ട് ചെയ്തില്ല എങ്കിൽ എറർ കോഡിൽ തന്നെ നിൽക്കും. ഇനി നമുക്ക് ഫാനിലേക്കുള്ള സപ്ലൈ എല്ലാം ചെക്ക് ചെയ്യാം. സപ്ലൈ എവിടെയെങ്കിലും മിസ്സാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പഴയ മോഡൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ ജമ്പറുകൾ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട്. വോൾട്ടേജ് സപ്ലൈയുടെ ട്രാക്ക് കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. വോളിയത്തിനനുസരിച്ചാണ് ഈ ഫാനിലേക്കുള്ള സപ്ലൈ വരുന്നത്. അതുകൊണ്ട് തന്നെ വോളിയം കുറഞ്ഞ അവസ്ഥയിൽ വോൾട്ടേജ് കുറവായിരിക്കും. വോളിയം കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജിൽ വ്യത്യാസം സംഭവിക്കും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ടേജ് എല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫാനാണ്. ഒറ്റനോട്ടത്തിൽ ഈ ഫാൻ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. സാധാരണയായി ഈ മോഡൽ ഫാനുകൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ രീതിയിൽ കറക്കുമ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. ഈ ഫാനിൽ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ഈ സെറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഈ ഫാനിൻ്റെ വർക്കിംഗ് രീതി ഒന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു ഈ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ F61 കാണിക്കുകയില്ല. ഓൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ സൗണ്ട് കൂട്ടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. അങ്ങനെ ആ സൗണ്ട് കൂടുന്നതിനനുസരിച്ചാണ് ഈ ഫാനിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഇങ്ങനെ വോളിയം കൂട്ടുമ്പോൾ F61 കാണിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഫാനാണ് ചെക്ക് ചെയ്യേണ്ടത്. സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുമ്പോൾ തന്നെ F61 കാണിക്കുകയാണെങ്കിൽ വോൾട്ടേജ് മിസ്സിംഗ് ആയിരിക്കും. ഇത് ആ രീതിയിലല്ല. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ വോളിയം കൂടുമ്പോൾ ഫാൻ കറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ഫാനിൻ്റെ അലൈൻമെൻറ്റിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. വോളിയം കൂടുന്നതിനനുസരിച്ച് ഈ ഫാൻ കറക്റ്റായി വർക്ക് ചെയ്യാതിരുന്നാൽ ഈ സെറ്റ് എററിൽ പോകും. നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് ഈ സെറ്റിൻ്റെ വോളിയം കൂട്ടുമ്പോൾ തന്നെ എററിൽ പോകുന്നത്. അതിന് കാരണം ഫാൻ കൃത്യമായി വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ആ കംപ്ലൈൻറ്റ് കാണിച്ച് ഫാൻ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഈ ഫാനിന് ടൈറ്റ് ഒന്നുമില്ല, എന്നാൽ പോലും ഈ ഫാൻ കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല. 12 വോൾട്ടാണ് ഈ ഫാനിൻ്റെ ഇൻപുട്ട് സപ്ലൈ. നമുക്കൊരു 12 വോൾട്ട് ഈ ഫാനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം.
അതിനായി ഞാനൊരു 12 വോൾട്ട് അഡാപ്റ്ററിലാണ് ഒന്ന് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അലൈൻമെൻറ്റ് പ്രശ്നമോ സൗണ്ടോ ടൈറ്റോ ഒന്നും കാണിക്കുന്നില്ല. ഈ ഫാൻ ഈ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഫാനിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണോ F61 കാണിക്കുന്നത് അതോ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ സെയിം ഒരു പാർട്ട് നമുക്കൊന്ന് മാറ്റി വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ മറ്റൊരു ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഫാൻ കറങ്ങുന്നുണ്ട്. അതിൻ്റെ കാരണം വോളിയം കൂടുതലായാണ് ഈ സെറ്റിൽ ഇപ്പോൾ കിടക്കുന്നത്. വോളിയം കുറഞ്ഞ സാഹചര്യമാണെങ്കിൽ ഈ ഫാൻ ഇപ്പോൾ കറങ്ങുകയില്ല. കാഴ്ചയിൽ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പോലും ഈ ഫാൻ തന്നെയായിരുന്നു കംപ്ലൈൻറ്റ്. ഇപ്പോൾ കറക്റ്റായി സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫാനിൻ്റെ ഡാമേജ് കാരണമാണ് ഈ സെറ്റിൽ എറർ കോഡ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സെറ്റ് 2 രീതിയിൽ എറർ കോഡ് കാണിക്കുമെന്ന്. ഒന്ന് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുമ്പോൾ തന്നെ എറർ കോഡ് കാണിക്കും. ആ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വോൾട്ടേജ് മിസ്സിംഗ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി വോളിയം കൂട്ടുമ്പോൾ മാത്രമാണ് ഈ എറർ കോഡ് കാണിക്കുന്നതെങ്കിൽ ഫാൻ സപ്ലൈയോ ഫാനിൻ്റെയോ കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഫാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സെറ്റിൽ ഇപ്പോൾ എറർ കോഡ് കാണിക്കുന്നില്ല. വോളിയം കൂട്ടിയാലോ കുറച്ചാലോ ഈ സെറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി എന്നാണ്. ഇനി ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ തിരിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ ഈ സെറ്റിൻ്റെ USB ബോർഡ് ഇതിൻ്റെ ടോപ്പിൽ തന്നെ വെക്കാതെ ഈ സെറ്റിൻ്റെ അകത്ത് തന്നെ വെക്കണമെന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.